വൺ ഇന്ത്യ മലയാളം. ബാഹുബലിയുടെ ചിത്രീകരണത്തിലൂടെ കണ്ണൂരിലെ വനമേഖലയ്ക്ക് പരിസ്ഥിതി നാശമുണ്ടായി എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ. സിനിമയുടെ ചിത്രീകരണം നടന്ന കണ്ണവം വനമേഖലയുടെ ചുമതലയുള്ള റേഞ്ച് ഓഫീസർ ജോഷിൽ മാളിയേക്കൽ ഫേസ്ബുക്കിലൂടെയാണ് ഇതിനോട് പ്രതികരിച്ചത്. ചിത്രീകരണം നടന്ന കണ്ണവം വനമേഖല വർഷങ്ങളായി പോലീസിന് പരിശീലനം നൽകി വരുന്ന ജംഗിൾ ക്യാമ്പാണെന്നും വന്യജീവികൾ താരതമ്യേന കുറവുള്ള ഇവിടെ ടാർ റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയാണ് ചിത്രീകരണം നടന്നതെന്നും ജോഷിൽ വിശദീകരിക്കുന്നു. 24 ദിവസത്തെ ഷൂട്ടിങ്ങിനായി 3,60,000 രൂപ ഫീസായും 15,000 രൂപ സെക്യൂരിറ്റി ഡിപ്പോസിറ്റായും അടച്ചാണ് ചിത്രീകരണത്തിനുള്ള അനുമതി ബാഹുബലി ടീം വാങ്ങിയത്. തലശ്ശേരി മാനന്തവാടി റോഡിൽ ചങ്ങലഗേറ്റ് എന്ന സ്ഥലത്തു നിന്നും കാടിനകത്തുള്ള പെരുവ, ചെമ്പുക്കാവ് തുടങ്ങിയ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ടാർ റോഡിൽ 2 കിലോമീറ്റർ അകത്തായി ടാർ റോഡിന്റെ അരികിലെ താൽക്കാലിക ഡിപ്പോയിലും റോഡിൽ നിന്നും കേവലം 100 മീറ്റർ അകത്തു മാത്രമായി സ്ഥിതി ചെയ്യുന്ന പുഴക്കരയിലുമാണ് ഷൂട്ടിങ്ങിനായി അനുമതി നൽകിയത്. ജനുവരി ആദ്യത്തോടെ പുറത്തുനിന്നും നിർമ്മിച്ചു കൊണ്ടുവന്ന ചില വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച പുഴക്കരയിൽ 3-4 ചെറിയ കൽമണ്ഡപങ്ങൾ ചേർന്ന ഒരു സെറ്റ് ഷൂട്ടിങ്ങിനായി തയ്യാറാക്കിയിരുന്നു. കണ്ണവത്തിൽ ചിത്രീകരിച്ച രംഗങ്ങൾ സിനിമയിൽ മിനിറ്റുകൾ മാത്രമാണുള്ളത്. സിനിമയിൽ മറിച്ചിടുന്നതായി കാണിക്കുന്ന മരം തെർമോകോളിൽ നിർമ്മിച്ചതാണ്. ചിത്രീകരണത്തിന് ഇടയ്ക്ക് നടന്ന പ്രദേശവാസികളുടെ സമരം സിനിമയ്ക്കായി അനുമതി നൽകിയതിനായിരുന്നില്ല. സിനിമയ്ക്ക് അനുമതി നൽകാമെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങളും അനുവദിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. വഴി തടസ്സപ്പെട്ടു എന്ന് കാണിച്ച് ഒരു സ്ത്രീ പരാതിക്കാരിയായ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നിരുന്നു. എന്നാൽ അവരോട് നേരിട്ട് കാര്യം തിരക്കിയപ്പോൾ അവരോട് ചോദിക്കുക പോലും ചെയ്യാതെ തന്റെ വനാവകാശ രേഖ ഉപയോഗിച്ച് കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചെന്നാണ് പറഞ്ഞത്. അവർ താമസിക്കുന്നതാകട്ടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തു നിന്ന് വളരെയധികം ദൂരെയും. വന നിയമപ്രകാരമുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയാണ് ചിത്രീകരണത്തിനുള്ള അനുമതി നൽകിയതെന്നും ഇതെല്ലാം പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയിരുന്നു എന്നും ജോഷിർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.